നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് സ്വാഗതാർഹമെന്ന് BJP. പദ്ധതിയെ ചൊല്ലി നഗരസഭയും BJPയും രണ്ടു തട്ടിലെന്നത് രാഷ്ട്രീയ ആരോപണം മാത്രം. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധിക്കുമെന്നും 16-ന് MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ അനർട്ട് നടപ്പാക്കിയ വൈദ്യുതീകരണ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം തികഞ്ഞ പ്രഹസനം. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് മന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥനെയും കൂട്ടുപ്രതിയെയും. കൈകൾ ശുദ്ധമെങ്കിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്നും സുമേഷ് അച്യുതൻ. തപാൽ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. തപാൽ മേഖലയ്ക്ക് ആവശ്യം രാജ്യം ആഗ്രഹിക്കുന്ന മാറ്റം. FNPO ഒറ്റപ്പാലം ഡിവിഷൻ ജനറൽ ബോഡി യോഗവും സ്നേഹസംഗമവും പട്ടാമ്പിയിൽ. എരുമപ്പെട്ടി എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 1/4 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ. വരവൂർ നടുവട്ടത്തെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM. പ്ലാന്റിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് പ്രാദേശിക നേതൃത്വം. കോഴിമാലിന്യ പ്ലാന്റിലേക്ക് വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് കുരുത്തോല പെരുന്നാൾ. വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. തൃശൂരിൽ ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യാശയുടെ പൊൻകണിയുമായി വീണ്ടും വിഷുവെത്തുന്നു. വിപണിയിൽ ദൃശ്യമായത് വൻ തിരക്ക്. കാർഷിക മഹോത്സവത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിൽ ഒരു അനൗചിത്യവുമില്ലെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധിക്കുമെന്നും 16-ന് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രശാന്ത് ശിവൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭിന്നശേഷി സൗഹൃദ കേന്ദ്രത്തിന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ നഗരസഭാ ചെയർപേഴ്സണ് അധികാരമുണ്ടെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. എല്ലാ നഗരസഭകളിലും ഇത് നടക്കുന്നതാണ്. പിന്നീട് കൗൺസിൽ അംഗീകാരം തേടുകയാണ് പതിവ്. പദ്ധതിയുടെ പേരിനെ ചൊല്ലിയുള്ള ബഹളമല്ല ഇവിടെ നടക്കുന്നത്. പദ്ധതിക്കെതിരെയാണ് വിവാദമുണ്ടാക്കാൻ പേരിനെ വലിച്ചിഴയ്ക്കുകയാണ്. വംശഹത്യകൾക്ക് നേതൃത്വം കൊടുത്തവരുടെ മുതൽ സാധാരണ ആളുകളുടെ പേരിൽ വരെ മലപ്പുറത്ത് സ്മാരകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഹെഡ്ഗേവാറിൻ്റെ പേര് വിമർശിക്കുന്നത് ഇരട്ടത്താപ്പും പ്രീണനവുമാണ്. സമരത്തിൻ്റെ പേരിൽ നഗരസഭയുടെ മുതൽ അടിച്ചു തകർത്തവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിയമം പ്രയോഗിച്ചിട്ടില്ല എന്നത് പോലീസിന്റെ ഒത്തുകളിയാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും പ്രവർത്തകന്മാർ വന്നുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു. അവർ പറയുന്നത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് PDPP വകുപ്പ് ഉൾപ്പെടെ ചേർത്താനുള്ള വകുപ്പുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാവും. MLA പോലീസ് ജീപ്പിൽ നിന്ന് പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയതും ഇതിന് തെളിവാണെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധിക്കും. ഏപ്രിൽ 16-ന് BJP MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. ഹെഡ്ഗേവാറിൻ്റെ രാഷ്ട്ര സേവനത്തിന് കോൺഗ്രസിൻ്റെയോ CPMന്റെയോ സർട്ടിഫിക്കറ്റ് വേണ്ട. പദ്ധതിയെ ചൊല്ലി നഗരസഭയും BJPയും രണ്ടു തട്ടിൽ എന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. BJP നഗരസഭാ ഭരണ സമിതിക്കൊപ്പമാണ്. പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 9:45-നും 10 മണിക്കും ഇടയിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ആ സമയത്ത് ശേഷം 10:20-ന് മീഡിയ വൺ ആരെങ്കിലും ഇരിക്കുന്നുണ്ട് അതിനകത്ത് മീഡിയ വൺ ചാനലിൽ വിളിച്ചിരുന്നു. വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നഗരസഭ എടുക്കുന്ന തീരുമാനവുമായി അതിശക്തമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പാലക്കാട് നഗരസഭാ ഭരണസമിതിക്ക് 100% ഉറച്ച പിന്തുണ
ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ മാധ്യമങ്ങൾ, ഞാൻ ഇന്നലെയും 1-2 മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്ത കണ്ടു. മാധ്യമങ്ങളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ധാരാളം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന്, ഏത് സോഴ്സിൽ നിന്നാണ് ആ വാർത്ത കിട്ടിയതെന്ന് കൂടെ പറയാനായിട്ട് തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി വളരെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളെല്ലാം തന്നെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ കൃഷ്ണദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടി എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിനു സമീപമുള്ള ഒറുവിൽ അംജത്തിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോട്ടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജത്ത് ജോലിസ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറിയുടെ ലോക്കും തകർത്ത് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തിത്തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നിരിക്കുന്നത്. അലമാരക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം 5:30 മണിയോടെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ വീട് അതിക്രമിച്ച് ആരോ വാതിൽ കുത്തിപ്പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ എന്തോ മോഷണം നടത്തിയ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കി വന്നപ്പോൾ വൈഫ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി. അതിൻ്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസെ വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. അവർ വഴി കേസെടുത്തു. അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ACP R സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ JS അശ്വിനി, SI KV ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വില അനുസരിച്ച് 1/4 കോടിയോളം രൂപ വില വരുന്ന സ്വർണമാണ് മോഷണം പോയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അട്ടപ്പാടിയിൽ ആദിവാസികൾക്കെന്ന പേരിൽ അനർട്ട് നടത്തിയ പദ്ധതികളിലെ അഴിമതിയെക്കുറിച്ച് വൈദ്യുതി മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് തികഞ്ഞ പ്രഹസനമെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതി അന്വേഷിക്കാൻ മന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥനെയും കൂട്ടുപ്രതിയെയുമാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് സുമേഷ് അച്യുതൻ ആരോപിച്ചു. ഊർജ്ജ സെക്രട്ടറിയുടെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് തുടക്കത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് സുമേഷ് അച്യുതൻ ആരോപിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടി ചെയർമാനും ജ്യോതിലാൽ വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് ടെൻഡർ ഉറപ്പിച്ച തുകയേക്കാൾ 27.66 ലക്ഷം രൂപ അധികം നൽകാൻ ശുപാർശ ചെയ്തത്. ഈ അന്വേഷണ പ്രഹസനത്തിന് പകരം അനർട്ടിലെ അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രിയോട് ശുപാർശ ചെയ്യാൻ K കൃഷ്ണൻകുട്ടിക്ക് ധൈര്യമുണ്ടോ എന്നും സുമേഷ് അച്യുതൻ വെല്ലുവിളിച്ചു. അവരുടെ രഹസ്യ കരാറും ഉപഭോക്താക്കളിലും പോയതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ഇവർ വിദേശ യാത്ര നടത്തിയത് ഗ്രീൻ ഹൈഡ്രജൻ വാലി നെതർലാൻഡിൽ പരിശോധിക്കാം ഒന്ന്. പിന്നെ ഹൈദരാബാദിലേക്ക് പോയെന്ന് പറയുന്നത് തോഷിബ കമ്പനിയിലെ സ്പീഡ് ചാർജിംഗ് ബാറ്ററിയെ കുറിച്ച് പഠിക്കാനാണ്. അതിന് അനർട്ടിൽ നിരവധി സയന്റിസ്റ്റുകൾ, സാങ്കേതിക വിദഗ്ധർ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളപ്പോൾ ഒരു കാർഡിന്റെ കാര്യങ്ങൾ അറിയുന്ന IFS ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടി പോയില്ല, അത് കച്ചവടം ഉറപ്പിക്കാൻ പോയതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത് മന്ത്രി K കൃഷ്ണൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അഴിമതികളാണ്. അതില് വനംവകുപ്പ് മന്ത്രിയും കൂടെ പങ്കാളിയാണ് എന്ന് നമുക്ക് സംശയിക്കുകയും കൂടെ ഈ രണ്ട് വകുപ്പിന്റെയും, വനവകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും സെക്രട്ടറിയായ ജ്യോതിലാൽ IAS, അതുപോലെ നരേന്ദ്രനാഥ് വേലുവരി ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സിൻഡിക്കേറ്റാണ്, ഈ അഴിമതി സിൻഡിക്കേറ്റാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അഴിമതി സംബന്ധിച്ച രേഖകളും വാർത്താ സമ്മേളനത്തിൽ സുമേഷ് അച്യുതൻ പുറത്തുവിട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരവൂർ നടുവട്ടത്തെ കോഴിമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് CPM. കോഴിമാലിന്യ പ്ലാന്റിലേക്ക് CPM തളി വരവൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തുടർന്ന് പൊതുയോഗവും നടത്തി. മാർച്ചിന് ശേഷം നടന്ന
പൊതുയോഗം CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു ഉദ്ഘാടനം ചെയ്തു. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്കറിയാം ഈ നാടിലെ ജനങ്ങളുടെ ഒപ്പമാണെന്ന് അന്നും ഇന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയെ, നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുക എന്നത് ഞങ്ങളുടെ സ്വഭാവമല്ല. അതിനടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്ത്, ഇവിടുത്തെ CPIM ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. CPM തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വരവൂരിലെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങളുടെ സഖാക്കൾ, പ്രവർത്തകർ ഈ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സമരാഭാസങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പ്രഖ്യാപിതമായി CPMന്റെ രാഷ്ട്രീയ നിലപാടും ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇവിടെ പൊതുയോഗം വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തളി ലോക്കൽ സെക്രട്ടറി P. ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP. സുനിത, CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR. രതിമോഹൻ, തളി ലോക്കൽ കമ്മിറ്റി അംഗം VK. രവീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ മോഷണം നടത്തുന്ന പ്രതിയെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സാഹസികമായി പിടികൂടി. തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദാണ് പിടിയിലായത്. പിരായിരി പെട്രോൾ പമ്പിലെ ഓഫീസിൽ കയറി പണവും ലാപ്ടോപ്പും കവർന്ന കേസിന്റെ അന്വേഷണത്തിനിടെയാണ് പ്രതി പിടിയിലായത്. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ K. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ SI അജാസുദ്ദീനും സംഘവും ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. പ്രതിക്കെതിരെ വാഹനമോഷണം സംബന്ധിച്ച് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ മോഷണം നടത്തുന്ന പ്രതി പാലക്കാട് ജില്ലയിലെ പിരായിരി പെട്രോൾ പമ്പിലെ ഓഫീസിൽ നിന്ന് പണവും ലാപ്ടോപ്പും ടാബും കവർന്നിരുന്നു. മോഷ്ടിച്ച സാധനം തമിഴ്നാട്ടിലെ ധാരാപുരത്തെ മൊബൈൽ കടയിൽ വിറ്റു. ഇത് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ധാരാപുരത്ത് പോയി റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതി ബൈക്കുകൾ മോഷ്ടിക്കുകയും തുടർന്ന് മോഷ്ടിച്ച ബൈക്ക് ഉപയോഗിച്ച് പെട്രോൾ പമ്പുകളിലെത്തി മോഷണം നടത്തുന്നതുമാണ് പതിവ്. മോഷ്ടിച്ച ശേഷം ബൈക്കുകൾ പൊളിച്ചു വിൽക്കുന്നതും ഇയാളുടെ രീതിയാണെന്ന് പോലീസ് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ബുള്ളറ്റും എറണാകുളത്ത് നിന്ന് ബൈക്കും പ്രതി കവർന്നിട്ടുണ്ട്. മോഷ്ടിച്ച ടൂളുകൾ ഉപയോഗിച്ച് തന്നെയാണ് കവർച്ചയും നടത്താറുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സേവന മേഖലയായ തപാൽ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് VK. ശ്രീകണ്ഠൻ MP. രാജ്യം ആഗ്രഹിക്കുന്ന മാറ്റമാണ് തപാൽ മേഖലയ്ക്ക് ആവശ്യമെന്നും MP പറഞ്ഞു. FNPO ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും സ്നേഹസംഗമവും പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം. ഇത് ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല. സേവനദാതാക്കളുടെ കാര്യം പറഞ്ഞാൽ, പാവപ്പെട്ട ഉപഭോക്താക്കളുടെ കാര്യം പറഞ്ഞാൽ, അവരെ എല്ലാ നിലയ്ക്കും ചൂഷണം ചെയ്യുന്ന വലിയ കോർപ്പറേറ്റ് മുതലാളിമാരാണ് ഇന്ത്യയിലെ ഈ മേഖല. തപാൽ മേഖലയാണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പൊതുവെ സേവന മേഖലയൊക്കെ കാർന്നു തിന്നാൻ ഇൻഷുറൻസ് മേഖല ഉൾപ്പെടെ ആരാധിക്കുന്നത് ബഹുരാഷ്ട്ര ഭീമന്മാരാണ്. അവർക്ക് വേണ്ടിയാണ് രാജ്യത്ത് ജനാധിപത്യ ഭരണകൂടം നിൽക്കുന്നത്. ശരിക്കും ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരായി അതിശക്തമായി പോരാടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. തീർച്ചയായിട്ടും പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോം ഹാളിലായിരുന്നു FNPO ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചത്. വിവിധ പുരസ്കാരങ്ങൾ ചടങ്ങിൽ MP വിതരണം ചെയ്തു. ഡിവിഷൻ ചെയർമാൻ C. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. KPC സെക്രട്ടറി KA. തുളസി, KV. സുധീർകുമാർ, PU. മുരളീധരൻ, NV. വിനോദ്, P. സുരേന്ദ്രദാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവുമുണ്ടായി. MK. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാൽദേവ് മെഹബൂബ്, MM. രാമകൃഷ്ണൻ, MV. നംഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നീലകണ്ഠൻ, ജയരാജൻ, ഉമാദേവി എന്നിവർക്കായിരുന്നു യാത്രയപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജീവകാരുണ്യ സംഘടനയായ ചർക്ക സമൂഹത്തിന് നൽകുന്നത് മാതൃകാപരമായ സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിയാസ് മുക്കോളി ചെയർമാനായ സർക്ക അസറ്റ് ഫോർ ഹ്യൂമൺ സംഘടനയുടെ 25 പേർക്കുള്ള വീൽചെയർ സ്നേഹസമർപ്പണം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചർക്ക എന്ന പേരു തന്നെ ഗാന്ധിയിലേക്കുള്ള സഞ്ചാരമാണെന്നും VD സതീശൻ പറഞ്ഞു. ചർക്ക കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും ഉത്കണ്ഠയുടെയുമെല്ലാം പ്രതീകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. ചർക്കയെന്ന് കേൾക്കുമ്പോൾ നൂൽനൂൽപ്പും മഹാത്മാഗാന്ധിയുമാണ് മനസ്സിലേക്ക് ഓടിയെത്തുക. സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ചർക്ക ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്.
പണപ്പിരിവ് നടത്താതെ അംഗങ്ങൾ നൽകുന്ന തുക കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചർക്ക സമൂഹത്തിന് നൽകുന്നത് മാതൃകാപരമായ സന്ദേശമാണെന്നും താനും ചർക്കയിൽ അംഗത്വമെടുക്കുമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ചർക്ക എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഒരു പ്രതീകം. ചർക്കയെക്കുറിച്ച് പറയുമ്പോൾ ആ ചർക്കയുടെ പിന്നിലിരുന്ന് നൂറ്റിരുന്ന അർദ്ധനഗ്നായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കില്ല. ആ മനുഷ്യൻ നടന്നുപോയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ചർക്കയിൽ നൂറ്റുകൊണ്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ AICC സമ്മേളനത്തിൽ പോയപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന സബർമതി ആശ്രമത്തിൻ്റെ മുറ്റത്തായിരുന്നു ഞങ്ങളെല്ലാം ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ അപ്പോഴും നിന്ന് 2 സ്ത്രീകൾ അവിടെ ചർക്കയിൽ നൂൽക്കുന്നുണ്ടായിരുന്നു. ആ ചർക്കയാണ്, അതൊരു പ്രതീകം എന്ന് പറഞ്ഞത് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയുടെ എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. കാരണം ഗാന്ധിയാണ് ചർക്ക നമ്മുടെ മനസ്സിൽ. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പിയിൽ നിന്ന് ലഭിച്ച 49 അപേക്ഷകളിൽ 25 പേർക്കാണ് ഇലക്ട്രിക് വീൽചെയർ നൽകിയിട്ടുള്ളത്. അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും വീൽചെയർ നൽകാൻ ശ്രമം നടത്തുമെന്ന് റിയാസ് മുക്കോളി അറിയിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, നജീബ് കാന്തപുരം MLA, മുൻ MLA CP മുഹമ്മദ്, CV ബാലചന്ദ്രൻ, CMA കരീം, C സംഗീത, കമ്മുകുട്ടി ഇടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, KP വാപ്പുട്ടി, M രാമദാസ്, M രാധാകൃഷ്ണൻ, ജയശങ്കർ കൊട്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം കാട്ടുകാമ്പൽ ചിറയിൻകാട് മേഖലയിൽ പുലർച്ചെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. പുലർച്ചെ 3:30 കനത്ത മഴയ്ക്കൊപ്പമാണ് ചുഴലി വീശിയടിച്ചത്. കാട്ടകാമ്പൽ ചിറയൻകാട് മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ചുഴലിക്കാറ്റിലുണ്ടായത്. വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും വീണ് മേഖലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി ബന്ധം പൂർണ്ണമായും അവതാളത്തിലായ നിലയിലാണ്. ചിറയിൻകാട് പള്ളിക്കര വിജയൻ, എരണ്ടക്കാട്ട കുഞ്ഞുമോൾ, അത്തമൻ വീട്ടിൽ സുഫൈർ തുടങ്ങി നിരവധി ആളുകളുടെ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് 3 വീടുകൾക്ക് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ തെങ്ങുകളും മറ്റ് മരങ്ങളും വ്യാപകമായി കടപുഴകി വീണ് നശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാചകവാതക വില വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. മോദി സർക്കാരിന്റെ ജനദ്രോഹം ആരോപിച്ച് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഷൊർണൂരിൽ പ്രതിഷേധ റാലിയും അടുപ്പുകൂട്ടി സമരവും നടത്തി. പാചകവാതക വില വർദ്ധിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ജനദ്രോഹത്തിനെതിരെയാണ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അടുപ്പ് കത്തിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബാബിയ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാക്കിറ സത്താർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൈനബ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി ലൈല ഫക്രുദ്ദീൻ, വൈസ് പ്രസിഡന്റ് റുക്കിയ അലി, ജില്ലാ കമ്മിറ്റി അംഗം ജസീന മജീദ്, ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഹസീന എന്നിവർ നേതൃത്വം നൽകി. SDPI ഷൊർണൂർ മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റി അംഗം സൈനബ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ NDA സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില 500 രൂപയിൽ താഴെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ട് 1100 രൂപ വരെ എത്തി നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായത്. ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജാലവിദ്യ എന്ന രീതിയിൽ വീട്ടമ്മമാർക്ക് ഒരു സന്തോഷവാർത്ത എന്ന രീതിയിൽ ഗ്യാസിൻ്റെ വില കുത്തനെ കുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 200 രൂപ കുറച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മാജിക് നടത്തുകയുണ്ടായി. ഏറെക്കുറെ അത് വിജയം കണ്ടു എന്ന് തന്നെ പറയാം.
വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കൊല്ലം തികയുന്നതിന് മുമ്പാണ് ഇപ്പോൾ 50 രൂപ കൂട്ടിക്കൊണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓശാന ഞായറോടെ ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. വിവിധ കേന്ദ്രങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ കുരുത്തോല പ്രദക്ഷിണം നടന്നു. ഓശാന ഞായറോടുകൂടി വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചു. ഓശാന ഞായറിൻ്റെ ഭാഗമായി പട്ടാമ്പി സെൻറ് പോൾസ് ദേവാലയത്തിൽ രാവിലെ കുരുത്തോല പ്രദക്ഷിണം നടന്നു. വിശുദ്ധ കുർബാനയ്ക്കും കുരുത്തോല വിതരണത്തിനും ശേഷമായിരുന്നു പ്രദക്ഷിണം. ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നഗരത്തിലൂടെ നീങ്ങിയ കുരുത്തോല പ്രദക്ഷിണം പള്ളിയിൽ തിരിച്ചെത്തി. ഇടവക വികാരി ഫാദർ മിഥുൻ കോമ്പാറ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധവാരത്തിൽ പെസഹ ദുഃഖവെള്ളി ആചരണങ്ങൾക്ക് ശേഷം ലോക ക്രൈസ്തവ സമൂഹം ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. ഓശാന ഞായറോടെ വിശ്വാസികൾക്ക് വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വൈദികരിൽ നിന്ന് കുരുത്തോലകൾ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ദേവാലയത്തിനകത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഓശാന ദിവസം സുരേഷ് ഗോപി ചെലവഴിച്ചത് തൃശൂർ ലത്തീൻ പള്ളിയിൽ തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിലെ കുരുത്തോല പെരുന്നാൾ ചടങ്ങുകളിൽ വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിൽ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ ബലിയർപ്പണവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. കുരിശിലേറ്റപ്പെടുന്നതിനു മുമ്പ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവു മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിൻ്റെ പുത്രന് ഓശാന എന്നുപാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിക്കുന്നതാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ. ഓശാന ഞായറോടുകൂടി ക്രൈസ്തവ സഭകൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണപുരം സെൻറ് ജോസഫ്സ് ഇടവക ദേവാലയത്തിലെ ചടങ്ങുകൾ സെൻറ് ഡൊമിനിക് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണത്തോടെ ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിലിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വീണ്ടും ഒരു വിഷു എത്തുന്നു. കേരളത്തിൻ്റെ കാർഷിക കലണ്ടറിലെ പ്രത്യാശയുടെ പൊൻകണിയാണ് വിഷു. ഉഷ്ണത്തെ പ്രകൃതി മഞ്ഞവസന്തം കൊണ്ട് ഇത്തിരി നേരം മായ്ച്ചു കളയുന്ന ആഹ്ലാദവേള. കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷം. രാവും പകലും തുല്യമായ ദിവസം. വിഷുവം എന്നാൽ തുല്യമായത് എന്നു തന്നെ അർത്ഥം. ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ ചലിക്കുന്നതിന് സംക്രാന്തി എന്നാണ് വിശേഷണം. സംക്രാന്തികളിൽ പ്രധാനമാണ് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ ചരിക്കുന്ന മഹാവിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. ഓണം കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു. അടുത്ത ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉണരുന്ന വേള. വിഷുഫലം വിശ്വാസിക്ക് സുപ്രധാനമാണ്. വിഷുക്കണി, കൈനീട്ടം, വിഷുക്കഞ്ഞി തുടങ്ങിയവ ആഘോഷത്തിൻ്റെ ഗൃഹാതുര സ്പന്ദനമാകുന്നു. വിഷുപ്പടക്കങ്ങളുടെ വർണ്ണപ്പൊലിമ കുട്ടികളുൾപ്പെടെ എല്ലാ പ്രായക്കാരെയും ആഘോഷത്തിൻ്റെ സജീവതയിലേക്ക് കൈപിടിച്ച് ഉണർത്തുന്നു. പൊള്ളുന്ന മണ്ണിൽ ചാൽ കീറി ആദ്യ വിത്തെറിയുന്ന പ്രത്യാശയായി കർഷകൻ്റെ ഹൃദയത്തിൽ വിഷു ഉണർന്നു കഴിഞ്ഞു. കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വേനൽത്തുരുത്തിൽ ശൈത്യത്തിൻ്റെ സാന്ത്വനമായി
കണിവെള്ളരി ചിരിക്കുന്നു. കാർഷിക പാരമ്പര്യത്തിൻ്റെ മരിക്കാത്ത സ്മരണകളിൽ വിഷു പുനർജനിക്കുകയാണ്. വിത്തും കൈക്കോട്ടും പാടിയെത്തുന്ന വിഷുപക്ഷി എവിടെയൊക്കെയോ ഉണ്ട്. ആധുനികതയുടെ വേഗകോലാഹലങ്ങളിലും വിസ്മരിക്കാനാകാത്ത ആദിബോധത്തിൻ്റെ പച്ചപ്പുണ്ട്. മനസ്സിലുണ്ട് കവി പാടിയ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഇത്തിരി കൊന്നപ്പോവും. ഏവർക്കും വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക് STV. നെല്ലറയിൽ വിഷുവിപണി സജീവം. പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും താങ്ങാവുന്ന വില. പടക്കങ്ങൾക്ക് വില നോക്കാതെയും. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ജീവിതവുമായി അടുത്ത ബന്ധമുള്ള വിഷുവിനെ വരവേൽക്കാനായി നെല്ലറ മേഖലകൾ നേരത്തെ ഒരുങ്ങിത്തുടങ്ങി. കണി കാണുന്നതിനുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായും വിഷുവിനെ ആഘോഷമാക്കുവാനും ഞായറാഴ്ച തെരുവോര കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ താങ്ങാവുന്ന വിലയാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ചക്കയും ചെറുമത്തനും കണിവെള്ളരിയും യഥേഷ്ടം വിപണിയിലെത്തിയിട്ടുണ്ട്. ചക്കയെല്ലാം കഴിഞ്ഞ വർഷം മാമ്പഴം അതെല്ലാം ആദ്യമൊക്കെ 60-70 പോയതൊക്കെ വിഷു ഇന്നത്തെ 40-50 വരെ എത്തിയിട്ടുണ്ട്. നല്ല മാമ്പഴം. സാധാരണ വിഷു വിപണിയിൽ വില വർദ്ധിക്കലേ വർദ്ധിക്കുന്നത് ഇപ്പോഴും ഈ വിഷു വില കമ്മിയൊക്കെ മാമ്പഴം പച്ചക്കറിയിൽ മാർക്കറ്റിൽ ലെവലിൽ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. വിഷുവിൻ്റെ ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പടക്കത്തിന് ആളുകൾ വിലയും നോക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗുരുവായൂർ ദേവസ്വത്തിലെ നിലവിലുള്ള സംവരണം തുടരണമെന്ന് PKS തൃശൂർ ജില്ലാ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. താൽക്കാലിക നിയമനങ്ങളിലടക്കം സംവരണം അട്ടിമറിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷിന്റെ നേതൃത്വത്തിലാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് നിവേദനം കൈമാറിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനകത്തെ ഉത്സവാഘോഷങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ മേള കലാകാരന്മാരെ നിയമിക്കുന്നതിനെതിരെ നേരത്തെ PKS നിവേദനം സമർപ്പിച്ചിരുന്നു. വാടാനംകുറിശി ആരഭി കലാസമിതി ഗ്രന്ഥശാല, ബാലവേദി, വനിതാവേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഹരിത വായനശാല പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. ശനിയാഴ്ച വൈകിട്ട് ആരഭി ഗ്രന്ഥശാലയിൽ വെച്ചാണ് ബാലവേദി വനിതാവേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ഡോക്ടർ രേഖ R. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മക്കുറവ് ആൾക്കാർ ചോദിക്കും, ഓർമ്മക്കുറവിന് എന്താ ചെയ്യാന്ന്? ഓർമ്മക്കുറവിനൊരു മരുന്നൊന്നുമില്ല. പക്ഷെ ഓർമ്മക്കുറവിന് നമുക്ക് ചെയ്യാവുന്ന, ചെറുപ്പം മുതലേ ചെയ്യാവുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് വായിക്കുക, വായനകൾ, അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള. ഇവിടെ ഇപ്പോൾ നമ്മൾ വായനയെ കുറിച്ച് കുറേ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഡാൻസും കരാട്ടയും പാട്ടും ഒക്കെ ഉണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ നാടിന് ആവശ്യം. ഇങ്ങനത്തെ അഡിക്ഷൻസ് ആണ് ആവശ്യം. ഇതൊരു നല്ല അഡിക്ഷനാണ്. വായന ഒരു അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നല്ല അഡിക്ഷൻ. ഇത് നമ്മുടെ നാട്ടിലുള്ള വേറെ പല അഡിക്ഷൻസിനെ കുറിച്ചും പറയണ്ട. അതാണ് ചർച്ചാ വിഷയം എല്ലായിടത്തും. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുധ ഹരിത വായനശാല പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ദീപ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹരിദാസൻ, പത്മശ്രീ, PP വിജയൻ, മിഥുൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദി, ബാലവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. നിന്നെ തന്നെ, നീ എന്റെ മുത്തല്ലേ? ഞാനോ മുത്തോ? കേറി പോരെ, ഇരിക്കടാ അവിടെ. ആ വഴിയല്ല, അപ്പുറത്തെ വഴി. ആ പെട്ടി തുറക്ക്, അതിലെല്ലാം ഉണ്ട്.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ മുളകുപറമ്പ് MCB UP സ്കൂൾ 125-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ടാവില്ല. കാരണം ഈ മണ്ണൂരിൻ്റെ പുറത്തും പാലക്കാട് ജില്ലയിലും മറ്റ് ജില്ലകളിലും സ്റ്റേറ്റുകളിലും വിദേശത്തും ഉള്ളവർ എത്രയോ പേരുണ്ടാവും. പല മേഖലയിലും നല്ല ഉയർന്ന സ്ഥാനത്തുള്ളവരുണ്ടാവും. അപ്പോൾ അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരവസരം കിട്ടുന്ന സ്കൂളിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് തലമുറകളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ച് പുരോഗതിയിലേക്ക് നയിച്ച് അവർ മാത്രമല്ല ഈ നാടിൻ്റെ തന്നെ വലിയ വിദ്യാഭ്യാസ പുരോഗതി. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധി മുഹമ്മദ് അഷ്റഫിനെയും സ്കൂൾ അധ്യാപികയെയും ബനാന ഫെയിം വൈറൽ താരം അഫ്സൽ അക്കുവിനെയും ആദരിച്ചു. ഏറെ പിന്നോക്കാവസ്ഥയിലായിരുന്ന വിദ്യാലയത്തെ ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ജില്ലയിൽ അറിയപ്പെടുന്ന വിദ്യാലയമാക്കി മാറ്റിയെടുത്ത സ്കൂളിനും മാനേജ്മെന്റിനും പൂർവ്വ വിദ്യാർത്ഥികൾ ഉപഹാരം നൽകി. മാനേജ്മെന്റിനെയും അധ്യാപകരെയും MP അഭിനന്ദിക്കുകയും ചെയ്തു. വാർഡംഗം R. സുനിത, പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR. ബിന്ദു, NR. കുട്ടികൃഷ്ണൻ, അരവിന്ദാക്ഷൻ, PTA പ്രസിഡന്റ് P. ബാബു, MPTA പ്രസിഡന്റ് റിൻഷ, മാനേജർ മുഹമ്മദ് അഷ്റഫ്, സ്റ്റാഫ് സെക്രട്ടറി P. സിന്ധു, അഫ്സൽ അക്കു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക L. സവിത സ്വാഗതവും PP. റിയാസ് നന്ദിയും പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ ബനാന ഫെയിം താരം അഫ്സൽ അക്കുവിൻ്റെ ഗാനാലാപനം ഏറെ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ വൈവിധ്യവർദ്ധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ മൈത്രി നഗറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് AB അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ VR സതീശൻ സ്വാഗതം പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ, ഡോക്ടർ മിഥില ജോർജ് എന്നിവർ ക്ലാസ് നയിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CM അംബിക ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NV വിനോദ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി 2 NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SI വിനോദ് B. നായർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി P. പ്രദീപ്, V. ദണ്ഡപാണി, KP ദിവാകരൻ, A. വിജയരാഘവൻ, K. മോഹനൻ, VK രജനി, വനിതാ സമാജം പ്രസിഡന്റ് രാധിക ബാലൻ, സെക്രട്ടറി മഞ്ജു രാജേഷ്, വൈസ് പ്രസിഡന്റ് ഷീജ മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുടുംബത്തിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്. മക്കൾ വന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ അത് ആ പോലിരിക്കുന്ന ചെറിയ കുട്ടികൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ള ഒരു അമ്മയോ അച്ഛനോ ഇല്ല. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ എൻ്റെയോ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രായത്തിൽ വീട്ടിൽ ചെന്ന് കയറുമ്പം ഈ കഥകൾ പറയാനും കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് അവിടെ പ്രായമുള്ള കുറേ ആൾക്കാരുണ്ടാവും. ചെറിയച്ഛൻ, വലിയച്ഛൻ, അമ്മാവന്മാര്, മുത്തശ്ശന്മാര്, മുത്തശ്ശിമാരൊക്കെ. ഇന്നതില്ല. ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉണ്ടെങ്കിൽ ഒരു വീടായി. ആ മക്കൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അവിടെ ഇല്ല. സത്യല്ലേ? അപ്പൊ നമ്മുടെ വീട്ടുകാർ, അതാത് കുടുംബത്തിലുള്ള ആൾക്കാർ, അച്ഛനും അമ്മയും തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇത്. കലാമണ്ഡലം നീള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. കലാമണ്ഡലം ചുട്ടി വിഭാഗം മേധാവി കലാമണ്ഡലം റാം മോഹൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം റാം മോഹനെ പൊന്നാട നൽകി ആദരിച്ചു. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ
ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തിയ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഏപ്രിൽ 6 മുതൽ 13 ഞായറാഴ്ച വരെയായിരുന്നു യജ്ഞം. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച സമാപനമായത്. ബ്രഹ്മശ്രീ ചെത്തല്ലൂർ എടമന വാസുദേവൻ നമ്പൂരിയായിരുന്നു യജ്ഞാചാര്യൻ. ആ മുഖത്തെ ഭാവപ്രകടാവ് അതൊക്കെ സാത്വിക ഭാവമാണ്. സാത്വിക ഗുണം ഉള്ളിലുണ്ടാവുകൊണ്ടാണ് നമുക്ക് ലജ്ജ. എന്ത് തെറ്റ് പറ്റിയാലും ഒരു കൂസലും ഇല്ലാണ്ട് പോണത് ആ സാത്വിക ഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സാത്വിക ഭാവങ്ങൾ ഇങ്ങനെ കുറേ എണ്ണം പറയുന്നു. അതുപോലെ തന്നെ രാജസഭാവങ്ങൾ, ആഗ്രഹം, പ്രയത്നിക്കുക, എന്തായാലും സന്തോഷം വരാതിരിക്കുക, പിന്നെയും വേണം എന്നുള്ള തോന്നൽ. ബ്രഹ്മശ്രീ രാമചന്ദ്ര അയ്യർ, ബ്രഹ്മശ്രീ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുത്തു. ഉച്ചയോടുകൂടി യജ്ഞസമർപ്പണം, പ്രസാദ വിതരണം തുടങ്ങിയവയുമുണ്ടായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചെറുതുരുത്തി കൊഴിമാപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവം നടന്നു. 100 കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂനത്തറ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മേളത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരിപ്പാട്, പൂജാരി പുത്തില്ലത്ത് നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാറ്റൊലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇക്കുറി നിലവാരം കുറവാണെന്ന അഭിപ്രായം ചില ക്രിക്കറ്റ് ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട്. മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ IPL മത്സരങ്ങളുടെ നിലവാരം കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മാറ്റൊലിയിലേക്ക്. അഭിപ്രായത്തിൽ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യക്കേട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ചെന്നൈ, മുംബൈ നമ്മൾ അറിയപ്പെടുന്ന എല്ലാ കൊല്ലും കാണികൾ ഉറ്റുനോക്കുന്ന 2 ടീമുകളാണ്. പക്ഷെ അവരിപ്പോൾ ഏറ്റവും ലോ സ്ഥാനത്താണ് കടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹൈദരാബാദിന് എപ്പോഴും അതെ എന്തോ ഒരു ഭാഗ്യക്കേടുണ്ട്. പക്ഷേ കുറച്ച് കളിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അവർ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കളി കണ്ടുകൊണ്ടിരിക്കാം. അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ IPL ഇത്തവണത്തെ സീസൺ നിലവാരം കുറവാണ്. കാരണം മുംബൈ, അതുപോലെ ചെന്നൈ, RCB ബംഗളൂരു, അതുപോലെ ഹൈദരാബാദ് എന്നീ ടീമുകളൊക്കെ എല്ലാ കൊല്ലവും പോയിന്റ് ടേബിളിൽ ടോപ്പ് 6 വരുന്ന ടീമാണ്. ഇപ്പോൾ അവർ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് CSK ടീം, അവർ ഒരു കളിയാണ് ആകെ ജയിച്ചിരിക്കുന്നത്. പിന്നെയുള്ള കളികളൊക്കെ തോൽവിയാണ്. ഇനിയുള്ള കളികളിൽ ഇവർ ശ്രദ്ധിച്ചാൽ IPLന്റെ രൂപം തിരിച്ചു കൊണ്ടുവരാം. അതാണ് അഭിപ്രായം. അതാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരസഭ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് സ്വാഗതാർഹമെന്ന് BJP. പദ്ധതിയെ ചൊല്ലി നഗരസഭയും BJPയും 2 തട്ടിലെന്നത് രാഷ്ട്രീയ ആരോപണം മാത്രം. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധിക്കുമെന്നും 16-ന് MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ അനർട്ട് നടപ്പാക്കിയ വൈദ്യുതീകരണ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം തികഞ്ഞ പ്രഹസനം. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് മന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥനെയും കൂട്ടുപ്രതിയെയും. കൈകൾ ശുദ്ധമെങ്കിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്നും സുമേഷ് അച്യുതൻ. തപാൽ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. തപാൽ മേഖലയ്ക്ക് ആവശ്യം രാജ്യം ആഗ്രഹിക്കുന്ന മാറ്റം. FNPO ഒറ്റപ്പാലം ഡിവിഷൻ ജനറൽ ബോഡി യോഗവും സ്നേഹസംഗമവും പട്ടാമ്പിയിൽ. എരുമപ്പെട്ടി എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 1/4 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ. വരവൂർ നടുവട്ടത്തെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM. പ്ലാന്റിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് പ്രാദേശിക നേതൃത്വം. കോഴിമാലിന്യ പ്ലാന്റിലേക്ക് വരവൂർ, തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് കുരുത്തോല പെരുന്നാൾ. വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. തൃശൂരിൽ ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യാശയുടെ പൊൻകണിയുമായി വീണ്ടും വിഷുവെത്തുന്നു. വിപണിയിൽ ദൃശ്യമായത് വൻ തിരക്ക്. കാർഷിക മഹോത്സവത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. നമസ്കാരം.